തിരക്കിട്ട ജോലികൾക്കിടയിൽ ഒരു ബ്രേക്ക് ആർക്കാ ഇഷ്ടമല്ലാത്തത്. അങ്ങനെ ഞങ്ങളെടുത്തൊരു ബ്രേക്കാണ് ഗോവയിലേക്കുള്ള യാത്ര. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഗോവയ്ക്ക് പോയായിരുന്നു. പക്ഷേ ആ ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഫുൾ ടൈം സ്വിമ്മിംഗ് പൂളിലായിരുന്നു സ്പെൻഡ് ചെയ്തത്. ഇത്തവണ ഞങ്ങൾ കുറച്ച് റിസോർട്ട്സും ലൊക്കേഷൻസും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്ത മിക്ക സ്ഥലങ്ങളും ഞങ്ങൾക്ക് കവർ ചെയ്യാനും പറ്റി. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് കസിനോ ആയിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ആരും കസിനോ ഇതിനു മുമ്പ് പോയിട്ടില്ല. അപ്പം കസിനോ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളൊരു ഫോറസ്റ്റ് സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. പോയ എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പോയതൊരു മഴയുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് മെമ്മറീസ് നമുക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. എവിടെ പോവാ? പൊക്കോ 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 പൊക്കോ. മൂവി 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 ഗോപ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഗോവയിലെത്തി. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി ഇറങ്ങിയതായിരുന്നു. പക്ഷെ മഴയായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് വന്നു. അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. बंगले के पीछे है ताला, घुसू कहाँ से मैं साला, लैला की खिड़की खुली है, खिड़की के नीचे है नाला, खिड़की पे कोई खड़ा है, लैला का टाका भिड़ा है, मजे उड़ाती है मेरी मोहब्बत की पूंछ मार के, ओ मेरी जान मेरे को. പറയാൻ മറന്നു, ഞങ്ങൾ വീണ്ടും ഗോവയിലേക്ക് പോകാനൊരു കാരണമുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇച്ചായന് ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് ദി ട്രിപ്പ് ഞങ്ങൾ രണ്ടുപേരും ടൂർണമെൻറ്റിന് പോയി. പോയത് വെറുതെ ആയില്ല. ഒരു സെമി ഫൈനലിസ്റ്റ് ട്രോഫിയും ഒരു എമർജിങ് പ്ലെയർ ട്രോഫിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ ടൂർണമെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ബാക്കിയുള്ളവർ ആ ഫസ്റ്റ് ഡേ കുറച്ച് പ്ലേസസ് ഒക്കെ കവർ ചെയ്തു. സെക്കൻഡ് ഡേ തൊട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ട്രിപ്പ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ സ്റ്റേ ചെയ്തത് സ്റ്റോൺ വുഡ്സ് റിസോർട്ടിലായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ്, ഗ്രീനറി ഒക്കെയുള്ളൊരു റിസോർട്ടായിരുന്നു. ഞങ്ങൾക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു. ഹോസ്പിറ്റാലിറ്റിയും പിന്നെ നല്ല സ്വിമ്മിംഗ് പൂൾ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഈ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് അടുത്തുള്ള പ്ലേസസൊക്കെ കവർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പുറത്തുപോയി തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തു. പൂളിൽ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു.
റീൽസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റയിലും ഷോർട്സ് ആയിട്ട് യൂട്യൂബ് ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പൂളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി ലഞ്ച് കഴിച്ച് വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് കസിനോയിൽ പോകാൻ തീരുമാനിച്ചു. കസിനോ ഈസ് എ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു രാവിലെ 4 മണിയായി കാണും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒരു അനദർ ന്യൂ എക്സ്പീരിയൻസ്, വൈൽഡ്നെസ്റ്റ് നേച്ചർ റിസോർട്ട്. ഇത് ടോട്ടലി ഒരു ഐസൊലേറ്റഡ് പ്ലേസ് ആണ്. അതിൽ ഒരു കാട്ടിൽ ഉള്ളൊരു റിസോർട്ട്. അവിടെ തന്നെ ഫുഡും ആക്ടിവിറ്റീസും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജിനു, എല്ലാവരും ഒരു ഹായ്. ശരോൺ, ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ റിസോർട്ട് നല്ല ഉയരത്തിലാണ്. ആൻഡ് അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ലോപ്പ് ട്രെയിനിലാണ് പോകുന്നത്, കൈൻഡ് ഓഫ് എ ട്രോളി. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറി. ആൻഡ് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ, ചുറ്റും വാലിയാണ്, കൂടെ മഞ്ഞും. അത് തന്നെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് തന്നെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. വെരി മച്ച് എക്സൈറ്റഡ്. ഇത് വേറെ സെറ്റപ്പ് സ്ഥലമാണെന്ന് പറഞ്ഞു എല്ലാവരും. ഗൈസ്, നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം, ഫോറസ്റ്റ് വ്യൂ റൂം. ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഫോറസ്റ്റ് വ്യൂ, വാലി വ്യൂ, പ്രൈവറ്റ് പൂൾ. പക്ഷെ ഞങ്ങൾ പോയ ആ ഒരു സമയത്ത് ഫോറസ്റ്റ് വ്യൂ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ബട്ട് അഗെയിൻ ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഉച്ചയ്ക്കൊരു 2 മണിയായി കാണും ഇവിടെ എത്താൻ. അപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് വേഗം റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. നമ്മൾ ഈ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെക്കൗട്ട് ചെയ്യുന്നത് വരെ പുറത്തേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് വിത്ത് റെസ്പെക്ട് ടു ഫുഡ് ഓർ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം കൂടെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മൾ ഇനീഷ്യലി പേ ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ട് ടീ ആൻഡ് സ്നാക്സ്, നൈറ്റ് ഡിന്നർ എല്ലാം പ്രൊവൈഡ് ചെയ്യും. മൊത്തത്തിൽ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു when compared to other resorts. ഹലോ ഹലോ ഹലോ. നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതുപോലെയായിരുന്നു അവിടുത്തെ ഫുഡും. ഇറ്റ് വാസ് ലൈക്ക് എ ഹോംലി ഫുഡ് വിത്ത് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ലഞ്ചിന് മട്ടൻ കറി, പ്രോൺസ് മസാല,
പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്, 2-3 ബ്രെഡ് ഓപ്ഷൻസ്, പിന്നെ ഫ്രൂട്ട്സ്, വെജ് കറീസ്, നമ്മുടെ പയർ തോരൻ, ക്യാബേജ് തോരൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ്. 5-6 വെറൈറ്റീസ് ഓഫ് പിക്കിൾ, ചട്നി, അങ്ങനെ കുറേ ഓപ്ഷൻസ്. ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു 3 നേരവും. പുതുമഴയായി വന്നു ഞാൻ ഉലകം ഡ്രാക്കുളയാണോ? വിത്ത് റെസ്പെക്ട് ടു ആക്ടിവിറ്റീസ്, ഇവിടെ ഒരു ബിഗ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം വാട്ടർഫോൾ ട്രെക്കിംഗ്, രാവിലെ ട്രെക്കിങ്ങിന് കൊണ്ടുപോകും. ആൻഡ് അറ്റ് ദി ഡെസ്റ്റിനേഷൻ ഇസ് റിയലി ബ്യൂട്ടിഫുൾ. അവിടെ ഒരു അടിപൊളി വാട്ടർഫോൾ, പിന്നെ പോട്ടറി, മെഹന്തി, നൈറ്റ് വാക്ക്, കൾച്ചറൽ ഡാൻസ്, അങ്ങനെ ഒരു ബിഗ് ലിസ്റ്റ്. ആൻഡ് ഇത് എല്ലാം കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 days എങ്കിലും സ്റ്റേ ചെയ്യണം. ഞങ്ങൾ 1 day സ്റ്റേ ആയിരുന്നു പ്ലാൻ ചെയ്തത്, ബട്ട് വി ട്രൈ ടു കവർ മാക്സിമം പോസിബിൾ ആക്ടിവിറ്റീസ്. മഹാരാഷ്ട്ര അല്ല, അവിടെ കർണാടക, അവിടെ മഹാരാഷ്ട്ര, അവിടെ ഗോവ. എവിടെ ഗോവ? അപ്പൊ നിന്റെ പുറകിലോ? ഇത് 3, അവിടെ ഗോവ, അവിടെ മഹാരാഷ്ട്ര, അവിടെ നേരെയുള്ള. Village of Goa and Maharashtra. So in this dance they are holding heavy life on the head and doing different type of formation. In that they will show you different avatars like the Krishna Durga avatars along with own cultural instrument called Ghumar and sing cultural song in Konkani language. So let us have a look and enjoy. Thank you. महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏകദേശം ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾ ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി. രാവിലത്തെ ആ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ഫൈനൽ വാട്ടർഫോൾ ഡെസ്റ്റിനേഷൻ എന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വാട്ടർഫോളാണ്. ആൻഡ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഞങ്ങൾ ഗൈഡിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ അവിടെ കുറച്ച് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തു. എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വാട്ടർഫോളിൻ്റെ ഇത്ര അടുത്ത് ചെന്ന് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ട്രെക്കിങ്ങിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇതിന് ഇറങ്ങാവൂ. കാരണം കുറച്ച് റിസ്ക്കിയാണ്. ഇതുപോലെ വാട്ടർഫോൾസും കുറച്ച് റോക്സ് അതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയാണ് ഫൈനൽ വരെ എത്തേണ്ടത്. ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. കിടിലൻ വ്യൂ ആൻഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. രാവിലെ 6 മണി ആയതുകൊണ്ട് ഞങ്ങളിൽ കുറച്ച് പേര് മാത്രമേ മോർണിംഗ് ട്രെക്കിങ്ങിന് വന്നുള്ളൂ. ഇതാണ് ആ ഗ്യാങ് അലോങ് വിത്ത് ദി ഗൈഡ്. എവിടെ പോവാ?
ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞ എവിടെ പോവാന്ന്? വീഴല്ലേ? ട്രെക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ഡയറക്റ്റ് സ്വിമ്മിംഗ് പൂൾ. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. ആൻഡ് ദി വ്യൂ, നമ്മൾ ആ ലാസ്റ്റ് ആ പോയിന്റിൽ ചെന്ന് നിന്ന് കുറേ നേരം വെറുതെ വാലിയിലേക്ക് നോക്കി നിൽക്കാൻ നല്ല സുഖമാണ്. ഞങ്ങൾ ചുമ്മാ ഇതേപോലെ അവിടെ പോയി അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ വൈൽഡർനെസ്റ്റ് സ്റ്റേ കഴിഞ്ഞു. തിരിച്ച് നമ്മൾ അതേ സ്ലോപ്പ് ട്രെയിനിൽ താഴേക്ക് പോവുകയാണ്. സ്കിച്ചും കൂടെ നോക്കിയേ, സ്കിച്ചും കൂടെ നോക്കിയടാ. എല്ലാരും മൗണ്ടൻ ഡ്യൂ വാങ്ങി വെച്ചേക്കുന്നു. എല്ലാ തവണയും ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡയലോഗുണ്ട്. ശോ, ഈ ട്രിപ്പ് കഴിയണ്ടായിരുന്നു, ഇനി 2-3 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം എല്ലാവരും വർക്കിംഗ് ആണല്ലോ. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വർക്കിന് പോകണം എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷൻ ഐ തിങ്ക് ഒരുവിധം എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും. പിന്നെ അതൊക്കെ ഓപ്പൺ ആയിരുന്നു വന്നപ്പം. വനത്തിന്റെ നിഗൂഢതയിലേക്ക് ഞങ്ങൾ വിടാം. താങ്ക് യു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള വിഷമത്തിലും ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് മെമ്മറീസ് ഞങ്ങളുടെ ഇത്തവണത്തെ ട്രിപ്പും കഴിഞ്ഞിരിക്കുന്നു.